ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമന്ത്രിമാരുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഇന്ത്യയുടെ ആദ്യകാല പ്രധാനമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ആദ്യകാല പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ ജവഹർലാൽ നെഹ്റു. ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ്. 17 വർഷത്തോളം ഇന്ത്യ ഭരിക്കുകയുണ്ടായി. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടില്ല കേട്ടോ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാമോ? ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആൻസർ ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 നടന്ന ഇന്ത്യ പാക് യുദ്ധ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇന്ത്യ പാക് വാർ ഓൺ 1965. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 1962 നടന്ന ഇന്ത്യ ചൈന യുദ്ധ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇന്ത്യ ചൈന വാർ ഓൺ 1962. 1962 നടന്ന ഇന്ത്യ ചൈന യുദ്ധ സമയത്തുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ പറയുകയാണ്, ഇന്ത്യയിലെ കൊല്ലപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിലെ കൊല്ലപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ ഇന്ത്യയിലെ കൊല്ലപ്പെട്ട രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? രാജീവ് ഗാന്ധി. യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ രാജീവ് ഗാന്ധി. യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ രാജീവ് ഗാന്ധി. അതുപോലെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. മൊറാർജി ദേശായി വാസ് ദ ഓൾഡസ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓൾഡസ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? മൊറാർജി ദേശായി ആണ്. അതുപോലെ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ചരൺ സിംഗ് ആണ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ആൻസർ ചരൺ സിംഗ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി. ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ്. അവരൊക്കെ പ്രമുഖ വ്യക്തികളാണ്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമുക്ക് ഓരോ വ്യക്തികളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിയാണ്. പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ നരേന്ദ്രമോദി. കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കാർഗിൽ യുദ്ധ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി. അതായത് 1999 നടന്ന കാർഗിൽ യുദ്ധ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി. AB വാജ്പേയി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് കാർഗിൽ വാർ ഓൺ 1999. 1999 നടന്ന കാർഗിൽ യുദ്ധ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് ചോദിച്ചാൽ എന്താണ്?
നേരത്തെയുള്ള ഔദ്യോഗിക വസതി എന്തായിരുന്നു? പഞ്ചവടി ആയിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക വസതി എന്താണ്? കല്യാൺ മാർഗാണ്. എന്താണ്? കല്യാൺ മാർഗാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഇത് ഏവർക്കും ഉപകാരപ്പെടുന്നതാണ്. ദീപം ലോ അക്കാഡമിയുള്ള എൻട്രൻസ് സ്റ്റുഡൻസ്, LLB എൻട്രൻസ് സ്റ്റുഡൻസിനും അതോടൊപ്പം തന്നെ മറ്റു സ്റ്റുഡൻസിനും ഇത് ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക. ഇത് കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പരീക്ഷകൾക്ക് നിങ്ങൾക്കത് ഉപകാരപ്രദമാണ് കേട്ടോ. വീഡിയോ കാണുന്നതും കാണാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. വീഡിയോ കാണാനായിട്ട് ആരെയും നിർബന്ധിക്കില്ല. വീഡിയോ കാണുന്നവരൊക്കെ എന്തോ വീഡിയോ കാണുക.